നമ്മളിപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ കൺട്രിയായ ആംസ്റ്റർഡാം നെതർലാൻഡ്സിലേക്ക് പോവാണ്. അതവിടെ ആംസ്റ്റർഡാമിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂറോപ്പ് ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംസ്റ്റർഡാമിൽ ഞങ്ങളൊരു 2 ദിവസം കാണും. അപ്പോൾ ഞങ്ങളിപ്പോൾ യൂറോ സ്റ്റാറിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനകത്ത് ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിനൊരു 5 മിനിറ്റിൽ ഇപ്പോൾ വിടും. അപ്പോൾ ഇവിടുന്ന് നേരെ ആംസ്റ്റർഡാം. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും അധികം വലിയ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. അവിടെ കനാൽ ക്രൂസ് നടത്തണം, പിന്നെ സിറ്റി ഒന്ന് കറങ്ങി കാണണം, പിന്നെ സാൻസേഷൻസ്, പിന്നെ ഹീത്തൂൺ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണമെന്നേ ഉള്ളൂ. അവിടെ ഒരു 2-2.5 ദിവസം ഇത്രയേ ഉള്ളൂ. ട്രെയിൻ പതിയെ വിട്ടുവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു പോർഷനേ ഉള്ളൂ, കാണാൻ പറ്റത്തില്ല വലുതായിട്ട്. ഈ ട്രെയിന് ആക്ച്വലി പോകുന്നത് ബ്രസൽസ് വഴിയാണ്. ബെൽജിയം ബ്രസൽസ്. നമുക്ക് അവിടെ ഇറങ്ങിയാലോ? അവിടെ കൂടെ അപ്പോൾ 4 കൺട്രി കാണാം. ഈ ട്രെയിൻ പോകുന്നത് ബ്രസൽസ് വഴിയാണ്. ഫസ്റ്റ് ബ്രസൽസ് ആണ് സ്റ്റോപ്പ്. പിന്നെ അത് കഴിഞ്ഞ് റോട്ടർഡാം, പിന്നെ ആംസ്റ്റർഡാം, അങ്ങനെയാണ് അതിൻ്റെ റൂട്ട്. നമുക്ക് കാപ്പി വല്ലതും കുടിച്ചാലോ? ഇതിൻ്റെ 8 and 9th കോച്ചിൽ കഫേ ഉണ്ട്. നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇതാണ് കഫേ. നല്ല നീറ്റ് ഒരു കഫേയാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. സാൻഡ്വിച്ച് ഉണ്ട്, കോഫി ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ സെർവ് ചെയ്യാൻ. ഞാൻ വാങ്ങിച്ച സാൻഡ്വിച്ചാണിത്. എങ്ങനെയുണ്ട്? ഇത് കഴിച്ചില്ലല്ലേ? ഞാൻ കഴിച്ച് തുടങ്ങി. കൊള്ളാം, നല്ല സാൻഡ്വിച്ചാണ്. വലിയൊരു സാൻഡ്വിച്ച്. എനിക്കിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റേ പണ്ട് നാട്ടിലൊക്കെ പോകുമ്പോഴത്തെ ഒരു ഓർമ്മ. ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ പോകുമ്പോൾ 3 ദിവസം എടുക്കും. അപ്പം അങ്ങനെ പോകുന്നൊരു ഓർമ്മ. ഇങ്ങനെ വഴി ഇതൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ ചെറിയൊരു ജനല, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ നാട്ടിലും ഉണ്ട് ഇതുപോലെ പുല്ലും ചെടിയൊക്കെ. ഞാൻ വാങ്ങിച്ചൊരു വാട്ടർ ബോട്ടിൽ ഉണ്ട്. നല്ല രസമുണ്ട് ബോട്ടിൽ കാണാൻ. ഒരു മരുന്ന് കുപ്പി പോലെ ഉണ്ട്. സാൻഡ്വിച്ച് കഴിച്ച് വന്ന അന്ന് മുതൽ സാൻഡ്വിച്ചാ. ആദ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യത്തെ 2 ദിവസമൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് രസം തോന്നി. പക്ഷെ പിന്നെ സാൻഡ്വിച്ച് തന്നെ കഴിച്ചു. അല്ല, പക്ഷെ പിന്നെ UK നമ്മൾ ലണ്ടനിൽ പിന്നെ നമ്മൾ 2 മലയാളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും മലയാളി റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഞങ്ങൾ ഊബർ ഈറ്റ്സിൽ നിന്ന് ഓർഡർ ചെയ്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ആംസ്റ്റർഡാമിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ആക്ച്വലി ഫ്രാൻസിലാണ്. ഈ ലൊക്കേഷൻ ഇത് ഫ്രാൻസിലാണ്. പിന്നെ ഈ ഒരു ട്രാവലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ കടൽ കാണാം. ഈ കടലിൻ്റെ ഇതിനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ലണ്ടനിൽ നിന്നും ഫ്രാൻസിലേക്ക് എത്തുന്നത്. ഫ്രാൻസിൽ നിന്നും ബെൽജിയം. ഇപ്പോൾ ബെൽജിയത്തിനാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റൂട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇത് നമ്മൾ ടണലിനുള്ളിലൂടെയാണ് 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. ആ ടണൽ എന്ന് പറയുന്നത് ഏതാണ്ടൊരു 38 കിലോമീറ്റർ അണ്ടർ സീ ആണ്. 1993 ഓപ്പൺ ചെയ്ത ചാനൽ ടണൽ എന്ന് പറഞ്ഞ ടണലിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിന് യൂറോ ടണൽ എന്നും പറയും. അപ്പോൾ അതൊരു 38 കിലോമീറ്റർ അണ്ടർ സീയിലൂടെ, സീ ലെവലിൽ നിന്ന് ഏതാണ്ട് ഒരു 75 മീറ്റർ തൊട്ട് താഴെയാണ് ഈ ടണൽ. അപ്പോൾ അതിലൂടെ 38 കിലോമീറ്റർ യാത്ര ചെയ്യും. പിന്നെ ബാക്കി കിലോമീറ്റർ മുകളിലൂടെ ടണലിലൂടെ. അപ്പോൾ ഇത് ആക്ച്വലി 1994 ഓപ്പൺ ചെയ്തതാണ്. ഇത് ഫ്രാൻസും UK തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് പ്രകാരം ഈ 2 രാജ്യങ്ങളും കൂടെ ഉണ്ടാക്കിയ ഒരു ടണലാണ് യൂറോ ടണൽ. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് യൂറോ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ട്രെയിൻ ലൈനിലാണ്. ഇപ്പോൾ യൂറോ സ്റ്റാർ അവരുടെ മിക്ക സർവീസും ഈ ടണലിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ ബ്രസൽസ് എത്തി. ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ റോട്ടർഡാം ആണ്. നെതർലാൻഡ്സിൽ തന്നെ റോട്ടർഡാം. പിന്നെ അത് കഴിഞ്ഞ് ആംസ്റ്റർഡാം. നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. ഇനി ഇവിടെ നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടൽ ഹോളിഡേ ഇന്നാണ് ഹോട്ടൽ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. നേരെ ഇവിടുത്തെ കനാലിൻ്റെ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. ആംസ്റ്റർഡാം എന്ന് പറയുന്നത് തന്നെ ഫുൾ കനാൽ കൊണ്ട് ചുറ്റപ്പെട്ടതാണല്ലോ. ഇതാ നല്ല മനോഹരമായ കാഴ്ച. ഇതാ ഇവിടുത്തെ മെയിൻ ഒരു വാഹനമാണ് സൈക്കിള്. ആളുകൾ കാറ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എല്ലാവരും ഇവിടെ സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. ഇത് സൈക്കിൾ റാലി തന്നെ നടക്കുന്നുണ്ടോ ഇവിടെ? ദീപി കണ്ടോ? ഒരു സൈക്കിൾ റാലി പോലൊരു ലോറി റാലി വരുന്നുണ്ടോ? ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ. സമ്മറാന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷേ
ഈ പോയ 3 കൺട്രിയിലും നല്ല തണുപ്പാണ്. ബാ ആ സൈക്കിൾ ഇടിച്ചിടുന്നതിന് മുന്നേ പോവാം. എല്ലാവരും നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെട്ടി എടുത്തിറങ്ങി നേരെ ഡയറക്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. നോക്കി, ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് 17 മിനിറ്റ് ഉണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിന് എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് നിന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് ഹോട്ടലിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി? അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിച്ചതനുസരിച്ച് നടന്നു വന്നതാണ്. അവസാനം നടന്ന് നമ്മൾ ജങ്കാറിൽ കയറി. അപ്പോൾ നമ്മൾ ഒരു ജങ്കാറിനുള്ളിലാണ് നിൽക്കുന്നത്. ഇതൊരു ജങ്കാറാണ്. അപ്പോൾ ഈ ജങ്കാർ ആക്ച്വലി ഇത് ഫ്രീ സർവീസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കയറി, ഈ ജങ്കാറിൽ കയറി നമ്മൾ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ബസ് പിടിക്കണമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ജങ്കാറിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റുള്ളിൽ ഇത് വിടും. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം. അതെ, നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം. ഇഷ്ടപ്പെട്ടു. നമ്മുടെ എന്താ പറയുന്നത്, സീനറിക്കകത്തൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ഈ കനാലും ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആലപ്പുഴ കുമരകം സൈഡിലെ ചെറിയൊരു ചായയൊക്കെ തോന്നുന്നുണ്ട്. ഈ ബോട്ടും ഈ ഒരു കനാലും ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ അവസാനം ഫെറിയിൽ നിന്ന് ജങ്കാർ പിടിച്ച് ബസ് പിടിച്ച് അതിനുശേഷം നടന്ന് നമ്മളിവിടെ ഹോട്ടലിലൂടെ എത്തി. ഇതാണ് ഹോളിഡേ ഇൻ എക്സ്പ്രസ് ആണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കുറച്ച് നേരത്തെയാണ്. ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ റൂം. നമുക്ക് അടിപൊളിയാണ്. നല്ലൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. TV ഉണ്ട്, ചെയർ, ബെഡുണ്ട്. ബെഡാണ് മെയിൻ, ബെഡും ഉണ്ട്. ഇതാണ് റൂമിൽ നിന്നുള്ളൊരു വ്യൂ. അടിപൊളി വ്യൂ ആണ്, ഇതൊന്നും പറയണ്ട. ആ സൈഡിൽ കനാല്, ഇവിടെ സൂപ്പർ മാർക്കറ്റ്, ഫുഡ് മാർക്കറ്റ്. പൊളി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. നമ്മളപ്പോൾ ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇന്ന് നമ്മൾ രാവിലെ 4:30 ഇറങ്ങി. ഇന്നലെ 5 മണിക്ക് ഇറങ്ങി. അപ്പോൾ ഉറക്കം ശരിയായിട്ടില്ല. ഇന്നലെ പാരീസ് പോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്നൊരു പ്ലാനായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് 4:15 ഒരു കനാൽ ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കനാൽ ക്രൂസ് വിത്ത് വൈൻ ആൻഡ് ചീസ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് വൈനും ചീസും ഒക്കെ ഒരു ക്ലാസിക് ബോട്ടിൽ ഇരുന്നുകൊണ്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി. പിന്നെ ഈ നെതർലാൻഡ്സ് എന്ന് പറയുന്നത് ഈ സീ ലെവലിനും ഒരു 26% സ്ഥലങ്ങളും സീ ലെവലിനും താഴെയുള്ള ഒരു സ്ഥലങ്ങളാണ് നെതർലാൻഡ്സിലെ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എങ്ങോട്ട് നോക്കിയാലും വെള്ളമായിരിക്കും. ചുറ്റുവട്ടത്തെല്ലാം നമ്മളിപ്പോൾ താമസിക്കുന്ന ആംസ്റ്റർഡാമിൽ എങ്ങോട്ട് നോക്കിയാലും വെള്ളമാണ്. അപ്പോൾ അതിന് കാണാനെല്ലാം നല്ല ഭംഗിയാണ് എല്ലായിടത്തും. അപ്പോൾ അതാണ് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വന്നപ്പോൾ തന്നെ. ഇപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് മുറിയിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇവിടെ നല്ല വ്യൂ ആണ്. ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു ഫുഡ് മാർക്കറ്റാണ്, പിന്നെ ഇത് കനാലാണ്. അപ്പോൾ അതുവഴിയെല്ലാം അതുവഴി ആ ഏരിയയിലെല്ലാം ഇപ്പോൾ ബോട്ട് ക്രൂസും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് നല്ല രസമാണ്, നല്ലൊരു വൈബാണ് ഇവിടെ. അപ്പം ഞങ്ങൾ പോയ 3 സിറ്റിയും UK, പാരീസ്, ഇപ്പോൾ ആംസ്റ്റർഡാം, ഇതെല്ലാം മൂന്ന് ഡിഫറെൻറ്റ് വൈബ്സാണ്. അപ്പോൾ നമ്മൾ വെളിയോട്ട് ഇറങ്ങുവാണ്. ഒരു കരയിൽ നിന്നും മറ്റേ കരയിലോട്ട് പോകാൻ എല്ലാവരും ഈ ഫെറിയാണ് ആശ്രയിക്കുന്നത്. ഫെറിയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയി, നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അപ്പം ഞങ്ങളിപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലോട്ട് പോകണമെന്നോട് നമുക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു കാർഡ് വേണം. ഇവിടെ വേറൊരു കാര്യങ്ങളുണ്ട്. നമുക്ക് എവിടെ പോകണമെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ടാപ്പ് ചെയ്താൽ മതി. അതിനകത്തുനിന്ന് പൈസ പോയിക്കോളും. പ്രത്യേക കാർഡൊന്നും എടുക്കണ്ട. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു ട്രാവൽ കാർഡ് കൂടെ എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ യൂറോപ്പിൽ എവിടെ ആണെങ്കിലും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്താൽ മതി. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ബസ്സിൽ കയറാനാണെങ്കിലും ട്രെയിനിൽ കയറാനാണെങ്കിലും നമ്മുടെ കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ എന്തിനും ഇപ്പോൾ ഒരു കരയിൽ നിന്ന് മറുകരയിലോട്ട് പോകാൻ കൂടുതൽ പേര് ആശ്രയിക്കുന്നത് ഈ ജങ്കാറിനെയാണ്.
ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമുക്ക് കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളും ഇവിടെ ഉപയോഗിക്കുന്ന വാഹനം സൈക്കിളാണ്. നമ്മൾ എങ്ങോട്ടെങ്കിലും നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇതിൽ സ്കൂൾ വിട്ട് പിള്ളേർ വരുന്നത് പോലെയാണ് ഒരു 19 സൈക്കിൾ അല്ലെങ്കിൽ ചെറുപ്രാന്ന് പറഞ്ഞ് ബെല്ലടിച്ച് വരുന്ന കാണാൻ നല്ല രസമാണ്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഉള്ളവർ കൂടുതലും ഈ സൈക്കിളിനെ ആശ്രയിക്കുന്നത്? ഒരു ഐലൻഡ് ആയതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ എന്നാലും എപ്പോഴും ഒരു കാമാണ് ഇവിടെ. ഇവിടെ സൈക്കിൾ റാലി ഉണ്ട്, ആളുകൾ പോകുന്നുണ്ട്, ഫുള്ള് സൈക്കിളാണ്. പിന്നെ ഇവിടെ സൈക്കിൾ ഓടിക്കാനും ഭയങ്കര സുഖമാണ്. ഈ സർഫസ് എല്ലായിടത്തും ഫ്ലാറ്റ് ആണല്ലോ, കുന്നും മലകളും ഒന്നും ഇല്ലല്ലോ. നീ എന്താ പറഞ്ഞോണ്ടിരുന്നത്? കാമാണ്, അത് തന്നെ കാമാണ്, ഭയങ്കര കാമാണ്, ബഹളങ്ങളൊന്നുമില്ല. ഞങ്ങളെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കി വന്നതാണ്. ഇപ്പോൾ വീണ്ടും സെൻട്രൽ സ്റ്റേഷനിൽ വന്നു. ഇവിടെ ഒരു ട്രാമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് നമ്മൾ ഒരു ട്രാവൽ കാർഡ് എടുത്തിട്ട് അവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. നമ്മൾ ഇവിടെ സെൻട്രൽ സ്റ്റേഷനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറിയതാണ്. ബർഗർ ഐജെ അങ്ങനത്തെ പേര്. അത് ഇവിടെയാണ് നമ്മുടെ സീറ്റ്. നമ്മളിരിക്കുന്നത് ഈ ഒരു കനാലിനോട് ചേർന്നിട്ടുള്ളൊരു സീറ്റിനടുത്താണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബർഗറോ സംഭവങ്ങളോ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ കനാൽ ക്രൂസിൻ്റെ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അവരൊരു സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകും. അതിപ്പോൾ അവിടെ നോക്കി നമ്മളിവിടുന്ന് ക്രോസ് ചെയ്യണം. എങ്ങനെയാണ് ഞാൻ നോക്കട്ടെ. ഇത് ഫുള്ള് ബ്ലോക്കാണ്, കൺസ്ട്രക്ഷനാണ്. ഇതൊരു ട്രാമ്പ് ഒന്ന്. അപ്പോൾ നമ്മൾ എത്തി. ഇവിടാണ് നമ്മുടെ നമ്മുടെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എടുത്തത് ഒരു ക്ലാസിക് ബോട്ട് ക്രൂസ് വിത്ത് വൈൻ ആൻഡ് ചീസാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് ഓരോരുത്തർ വേറെ ക്രൂസിന് വേണ്ടിയിട്ട് എടുത്താണ്. അതിനകത്തെല്ലാം മദ്യക്കുപ്പികളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നത് ക്രൂസ് വിത്ത് ഡ്രിങ്ക്സ് ആണെന്ന് തോന്നുന്നു. ക്രൂസ് വിത്ത് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ഞാനൊരു ഓപ്ഷൻ കണ്ടായിരുന്നു, അതായിരിക്കണം ഇത്. അപ്പോൾ നമ്മുടെ ക്രൂസ് തുടങ്ങി. നമ്മൾ ബോട്ടിൽ, ഇതാണ് നമ്മുടെ ബോട്ട്. ഇത്രയും പേരുണ്ട് ബോട്ടിൽ. പുള്ളി എന്താ പറയുന്നത്? അപ്പോൾ ഇത്രയും പേരുണ്ട് ബോട്ടിൽ. അപ്പോൾ നമ്മുടെ ചീസ് കിട്ടിയതാ. ഇതാണ് നമ്മുടെ ചീസ്. അപ്പോൾ വൈൻ അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, വൈൻ കൊണ്ടുവരും. അപ്പോൾ ഈ ചീസിന് അവർ ഒരു പ്രത്യേകത പറഞ്ഞായിരുന്നു. രണ്ട് ടൈപ്പാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ ചോദിച്ചിട്ട് പറയാം. ഒന്ന് ഓൾഡും ഒന്ന് പുതിയതും. മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡ് ഫേമസ് നെതർലാൻഡ്സ് ചീസ്. അപ്പോൾ അവരോട് വൈൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. വൈൻ ഇപ്പോൾ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ വൈൻ വന്നു. നമ്മുടെ വൈൻ ഏതായിരുന്നു അവർ പറഞ്ഞു? റോസേ. അപ്പോൾ ഈ ചീസിൻ്റെ കാര്യം അവർ പറഞ്ഞത് ഒരെണ്ണം 48 മന്ത്സും മറ്റേത് പുതിയതുമാണ്, യങ്ങർ വണ്ണുമാണ്. ഗോഡ് ചീസ് അല്ലേ. കനാലിൻ്റെ അരികത്തുള്ള പഴയ വീടുകളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ഗൈഡ് പറഞ്ഞത് 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച വീടുകളാണ്. ഇതിനെല്ലാം ഓരോ വീടിനും ഓരോരോ പ്രത്യേകത ഉള്ള വീടുകളാണ്. അപ്പോൾ ഇതിലെ ഒരു വീട്ടിലാണ് നമ്മുടെ ആൻ ഫ്രാങ്ക് ജീവിച്ചതും പിന്നെ മരിച്ചതുമെല്ലാം. ഇവിടെ നിന്ന് നോക്കിയാൽ 7 ബ്രിഡ്ജ് ഒരുമിച്ച് കാണാം. അയ്യോ പോയി. ആ ഒരു ആർച്ചിലൂടെ അങ്ങോട്ട് നോക്കിയാൽ 7 ബ്രിഡ്ജുകൾ ഒരുമിച്ച് കാണാം. ഇതിനകത്ത് അൺലിമിറ്റഡ് വൈനും ബിയറുമാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒന്ന് കുടിച്ച് തീർന്നാൽ അവർ വീണ്ടും കൊണ്ട് ഒഴിച്ചു തരും, വൈനാണെങ്കിലും ബിയറാണെങ്കിലും. പക്ഷേ ഹോട്ട് ഡ്രിങ്ക്സ് ഇതിനകത്ത് അവൈലബിൾ അല്ല, ഓൺലി വൈൻ ആൻഡ് ബിയർ. ഈ ഒരു ബോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് 1.3 മില്യൺ. ഈ കാണുന്ന ഹൗസ് ബോട്ടുകൾ എല്ലാം ആളുകൾ താമസിക്കുന്നതാണ്. ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ ബോട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ബോട്ടിൽ താമസിക്കാറുണ്ട്. ഈ ബോട്ടെല്ലാം ഇലക്ട്രിസിറ്റിയും സീവേജുമായിട്ടെല്ലാം കണക്റ്റഡ് ആണ്. ഇലക്ട്രിസിറ്റിയും ഉണ്ട്. ഈ കനാലിൻ്റെ അടിയിലൂടെ ട്യൂബുണ്ട്, ആ ട്യൂബ് വഴി ഇലക്ട്രിസിറ്റി എല്ലാം കണക്റ്റഡ് ആണ്, സീവേജ് കണക്റ്റഡ് ആണ്. ചില ബോട്ടുകൾക്ക് ഒക്കെ നല്ല വിലയാണ്. അത് ഞാൻ പറഞ്ഞു, ഒരു ബോട്ട് 1.5 മില്യണ്. 1.5 എന്നല്ലേ ദീപി പറഞ്ഞ്? 1.5 മില്യൺ അത് വിൽക്കാനിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രൂസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ ക്രൂസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മളിതാ അതിൻ്റെ ഡോക്കിലെടുത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ക്രൂസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ദീപി ക്രൂസ്? ഇഷ്ടപ്പെട്ടോ? നല്ല ഒത്തിരി ഇൻഫോർമേറ്റീവ് ക്രൂസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇരുന്ന് കാണാൻ രസമാണ്, സൈഡിലൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല നമ്മളിൽ പോസ്റ്റ് കാർഡിലും ഇല്ല വാൾപേപ്പറിലും ഒക്കെ കാണുന്ന സീനിക് ബ്യൂട്ടീസും ഒക്കെയാണ് സൈഡിലെല്ലാം. ചെയ്തു. അതേപോലെ വൈൻ കുടിക്കുന്നവർക്ക് ഞങ്ങൾ കുടിച്ചു.
പക്ഷെ 2 അല്ല അൺലിമിറ്റഡാ സാധനം. അൺലിമിറ്റഡ് എത്ര വേണേലും കുടിക്കാം. ചീസും വൈനും. വേറെ ക്രൂസിൽ അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ട്. അതിലെടുത്താൽ മതിയായിരുന്നു. അല്ലേ എനിക്കിത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് വൈൻ ഇഷ്ടം പോലെ കുടിക്കാം. പിന്നെ അവരെപ്പോൾ പറഞ്ഞിങ്ങനെ വൈൻ കുടിച്ചു തീർക്കും, കാരണം വഴിയിലൊന്നും കുടിക്കാൻ സമ്മതിക്കത്തില്ല, റോഡിലങ്ങനെ കുടിച്ച് ഫൈൻ അടിക്കുമെന്ന്. ഈ ആംസ്റ്റർഡാമിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ കനാൽ ടൂർസ് എന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി കമ്പനിയുണ്ട് ഈ കനാൽ ടൂർസ് നടത്തുന്നത്. ഇപ്പോൾ ആ സൈഡിലൂടെ നോക്കുവാണെങ്കിൽ കുറേ ടൂർ കമ്പനികളെ കാണാൻ പറ്റും. ഇതാണ് ആംസ്റ്റർഡാമിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് വരുമാനം, ഈ കനാൽ ടൂറിസത്തിലൂടെ തന്നെയാണ്. ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ സൈഡിൽ. നോക്കി നമുക്ക് ഈ സൈഡിലോട്ട് വന്നായിരുന്നെങ്കിൽ വേറെ വെറൈറ്റിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. നമ്മൾ ആ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ കയറിയത് കൊണ്ടാണ് ആ ഒരു ബർഗർ മാത്രം കഴിക്കേണ്ടത്. ഇവിടെ ചിക്കൻ ഗ്രില്ല്, ലാം കട്ട്ലേറ്റ് ഒക്കെ ഉണ്ട്. ഈവനിങ് നമുക്ക് ഇവിടെ നോക്കാം. നല്ല തിരക്കാണല്ലോ ഇന്ന്. ശരിക്കും ബുധനാഴ്ചയാ. അപ്പോൾ ഇവിടുത്തെ വീക്കെൻഡിലെ തിരക്ക് എന്തായിരിക്കും ആലോചിച്ച്. റോഡ് ഏതാണ്, സൈക്കിൾ പോകുന്നത് ഏതാണ്, ആളുകൾ ഇറങ്ങുന്നത് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കാണ് ഇന്ന്. ശരിക്കും ഒരു ബുധനാഴ്ച വൈകുന്നേരമാണ്, പക്ഷെ ഇവിടുത്തെ തിരക്കുണ്ട്. അപ്പോൾ ഒരു വീക്കെൻഡിലെ തിരക്ക് എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്, ഇങ്ങനെ നീങ്ങി കാനഡയിലും ഈ ആംസ്റ്റർഡാമിലും നിനക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു സെയിം സ്മെൽ എന്താണ്? നമുക്ക് ആംസ്റ്റർഡാമിലെത്തുമ്പോൾ നമുക്കൊരു കാനഡ ഫീൽ കിട്ടും, കാനഡ നൊസ്റ്റാൾജിയ ഫീൽ കിട്ടും കേട്ടോ. ഒരു കഞ്ചാവിൻ്റെ മണം ഇങ്ങനെ പാറി പടർന്ന് നടപ്പുണ്ട്. കാര്യം ഈ രണ്ട് രണ്ട് കൺട്രിയിലും ലീഗലായതുകൊണ്ടേ സംഭവം നല്ല മണമാണ്. അതുവഴി ഇതുവഴിയൊക്കെ നടക്കുന്നു. ബാ ഇവിടെ ചുമ്മാ കയറി നോക്കാം. ബാ യൂറോ കപ്പ് നടക്കുമായതുകൊണ്ട് ഹോളണ്ടിൻ്റെ ജേഴ്സി ഇഷ്ടം പോലെ വിൽക്കാൻ കിട്ടുന്നുണ്ട്. വിൻഡ് മിൽ, ഹോളണ്ട്, ആംസ്റ്റർഡാം കോഫി ഷോപ്പ്. ഇത് കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ചാവാണ്. ഇവിടെ ഈ കോഫി ഷോപ്പ് എന്ന് പറയുന്നത്, ഈ കോഫി കണ്ടോ, കോഫിയുടെ ഇടയ്ക്ക് സ്പേസ് ഇല്ല കണ്ടോ, സ്പേസ് ഇല്ലാത്തത് കോഫി ഷോപ്പ് എന്ന് പറയുന്നത്. കഞ്ചാവ് കിട്ടുന്ന കടയ്ക്കാണ് കോഫി ഷോപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഓർത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടേ വെക്കാം, ഷോക്കേസിൽ വെക്കാം. മനസ്സിലാവില്ല, പക്ഷെ കഞ്ചാവിന്റെ പടം ഉണ്ട് ചെടിയുടെ. വേണേ എടുത്തോ, നമുക്ക് വീട്ടിൽ വരുന്നവർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇഷ്ടം പോലെ സുവനീഴ്സ് ഉണ്ട് ഇരിക്കാൻ. നമുക്ക് ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതെടുത്താലോ? ആംസ്റ്റർഡാം. അയ്യോ എല്ലാം പോയി. ആംസ്റ്റർഡാം റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട്. വീട്ടിൽ കൊണ്ടുവെക്കാൻ പറ്റിയ സാധനം. ഇതൊക്കെ ഇവരുടെ ടൂറിസത്തിന്റെ ഭാഗമാണ്. നമ്മൾ കളിയാക്കേണ്ടത് ഇതുകൊണ്ടൊക്കെയാണ് ആംസ്റ്റർഡാമിൽ ടൂറിസം വളരുന്നത്. കഞ്ചാവ്, റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് എല്ലാം. ഞങ്ങളിപ്പോൾ 2 സുവനീഴ്സൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ പാലസ് സ്ക്വയറിൻ്റെ അടുത്തോട്ട് നടക്കുവാണ്. അവിടെ എന്താ കാണാനാണെന്ന് അറിയത്തില്ല, ചുമ്മാ നടക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ഒത്തിരി ടൂർ കമ്പനികളുണ്ട് സൈഡിൽ. സിറ്റി സൈറ്റ് സീയിങ്ങും പാക്കേജ് ടൂറും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ സാൻസേഷൻസ് പോകാനൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ബസ് പിടിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഇന്ത്യയിൽ പോലും ഇതുവരെ മഹാത്മാഗാന്ധിയുടെ പേരിലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ലെന്ന് തോന്നില്ലേ? ആംസ്റ്റർഡാമിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മഹാത്മാഗാന്ധിയുടെ പേരിൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാഡം ടുസാഡ് വാക്സ് മ്യൂസിയം. ഞാൻ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളിയുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ആംസ്റ്റർഡാമിൽ വന്ന് മാഡം ടുസാഡ് വാക്സ് മ്യൂസിയത്തിലൊക്കെ പോകുന്നതും ഈ ഒരു സ്ക്വയറിൽ നിന്ന് വീഡിയോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു വിശാലമായ സ്ക്വയറാണിത്. ഈ സ്ക്വയറിന് പേര് ഡാം സ്ക്വയർ എന്നാണ്. ഇവിടെ ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് അവിടുത്തെ പാലസും ഒക്കെ ഉള്ളത്. പാലസ് ഈ ഏത് ബിൽഡിങ്ങാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും കണ്ടാൽ നമുക്ക് ഭയങ്കര ഒരു സെയിം അല്ല, പക്ഷെ ഒരു നല്ല രസമാണ് കാണാൻ. ഒരു ആർക്കിടെക്ചർ സംഭവങ്ങളൊക്കെയാണ്
നമ്മൾ ചുമ്മാത് കുറച്ച് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് സ്ട്രീറ്റ് ഉണ്ട്. അതായത് ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണല്ലോ. അപ്പം അതും ഇവിടെ ഒരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു കാഴ്ച വസ്തു പോലെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ റെഡ് ലൈറ്റ് സ്ട്രീറ്റിലൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏത് സ്ട്രീറ്റാണ് കാണേണ്ടത്? ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കാൻ നല്ല രസമാണ്. നല്ല നീറ്റാണ്, രസമുണ്ട് കാണാൻ. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇത് ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൽ സൈക്കിൾ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? സൈക്കിൾ സ്റ്റേഷൻ പോലെ തോന്നുന്നു കണ്ടിട്ട്. നോക്കി, നമ്മൾ ഇത് ക്രൂസിൽ പോയപ്പോൾ അതിലെ ഗൈഡ് പറഞ്ഞാണ് ഒരു കൊല്ലം അവർക്ക് ആ കനാലിൽ നിന്ന് ഏകദേശം 15,000 സൈക്കിൾ അവർക്ക് കിട്ടുമെന്ന്. അവിടെ ചാരി വെക്കുന്ന ചിലപ്പോൾ അതങ്ങനെ ചിലത് വീണ് പോകും, ചിലർ വീഴും, അതിനകത്ത് വെള്ളം പിടിച്ചിട്ട് വന്ന് സൈക്കിൾ കൂട്ടി വീഴും. അങ്ങനെ പല രീതിയിലും അവർക്ക് ഒരു കൊല്ലം 15,000 സൈക്കിൾസാണ് അവർക്ക് ഒരു കൊല്ലം ആ ലേക്കിൽ നിന്ന് കിട്ടുന്നത്. അവള് പറയായിരുന്നു ഇവിടെ ഒരു മോഷ്ടാവുണ്ട്, സ്പെഷ്യലിസ്റ്റാ സൈക്കിൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെടുന്ന ഐറ്റം സൈക്കിളുമാണ്. ആ പുള്ളി എന്നിട്ടത് ഇങ്ങനെ യൂസ്ഡ് പോലെ വിൽക്കും, തിരിച്ച് വിൽക്കും. അപ്പം അവർ പറയായിരുന്നു നിങ്ങളുടെ കയ്യിൽ പിക്ചറൊക്കെ ഉണ്ട് ക്ലെയിം ചെയ്യാമെങ്കിൽ അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ 20% ഡിസ്കൗണ്ടിൽ അത് നമ്മളെ സൈക്കിൾ തന്നെ നമുക്ക് തരുമോ. അതവിടെ ചളി ഇടിച്ചതായിരിക്കും, പക്ഷെ അങ്ങനെ അത്രയും കൂടുതൽ സൈക്കിൾസാണ് ഇവിടെ മോഷണം പോകുന്നതും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും ഒക്കെ. ഇവിടെ കാണിച്ച ഒരു പടം കണ്ടോ? ഇവിടെ മൂത്രം ഒഴിക്കലെന്ന്. പടം കണ്ട് മനസ്സിലായത്, അല്ല ഭാഷ മനസ്സിലായതല്ല. എനിക്ക് തോന്നുന്നു ഇത് കുറേ പബ്ബും ബാറും ഒക്കെ ഉള്ള ഏരിയ ഇത്. അപ്പോൾ എനിക്ക് എല്ലാവരും അടിച്ച് കിണ്ടിയായിട്ടേ ഇവിടെ ഒന്ന് പോസ്റ്റിന്റെ ചുവട്ടിലൊക്കെ മൂത്രം ഒഴിക്കാത്ത നോ പബ്ലിക് ഡ്രിങ്കിങ്. പക്ഷേ UK പബ്ലിക് ഡ്രിങ്കിങ് അലൗഡാണ് കേട്ടോ, ഇവിടെ പബ്ലിക് ഡ്രിങ്കിങ് അലൗഡ് അല്ല. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ആംസ്റ്റർഡാമിലെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. സെക്സ് വർക്കേഴ്സൊക്കെ ഈ ജനലിനടുത്ത് നിന്ന് നിൽക്കുന്നതൊക്കെ ഇവിടെയാണ്. പക്ഷേ ഇവിടെ ഈ നൈറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ആരും സെക്സ് വർക്കേഴ്സ് വന്നിട്ടില്ല. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ഒരു വീഡിയോ എടുക്കാനും പറ്റത്തില്ല, ഫൈനുണ്ട്. അത് അവരോട് എഴുതി വെച്ചിട്ടുണ്ട്, നോ ഫോട്ടോസ് ഓഫ് സെക്സ് വർക്കേഴ്സ്. അപ്പോൾ നമ്മൾ നടന്നു വന്ന ആ സ്ട്രീറ്റാണ്, അതാ ഇവിടുന്ന് കാണാവുന്ന ആ സ്ട്രീറ്റ്. ഇവിടുന്ന് സ്റ്റാർട്ടിങ് അങ്ങോട്ടാണ് ഈ സെക്സ് വർക്കേഴ്സും ഒക്കെ ഉള്ളത്. ഇവിടെ ആംസ്റ്റർഡാമിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാണല്ലോ, അപ്പോൾ ആ ഏരിയയിലാണ് അവരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ നൈറ്റ് ആയാലും മാത്രമേ അവർക്ക് ഈ ജനലിലെടുത്ത് വരുള്ളൂ. പക്ഷേ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 240 യൂറോ ഫൈനുണ്ട്. കാര്യം അവരതന്നെ എഴുതി വെച്ചിട്ടുണ്ട്, റെസ്പെക്ട് സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അത്രയും ഫൈൻ കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് അല്ല. മാത്രമല്ല അത് എടുക്കരുത്, അത് മോശമാണ്. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് റെഡ് ലൈറ്റ് സ്ട്രീറ്റിന് അടുത്തായതുകൊണ്ട് അതിൻ്റെ തീമിൽ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് കാമസൂത്ര ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇവിടെ കയറി കഴിച്ചാലോ? കുഴപ്പമൊന്നുമില്ലേ? എന്ത് കുഴപ്പം? കയറി ചിക്കൻ ബിരിയാണി, ദാൽ ആൻഡ് റൈത്ത, തന്തൂരി. ഇപ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്നവരല്ല ഇവിടെ നോക്കിക്കൊണ്ട് പോകണം. കാര്യം ഇതൊരു ചില്ല് ഗ്ലാസ്സായത്. ഈ ഹോട്ടലിൻ്റെ പേരാണെങ്കിൽ ചുവന്ന അക്ഷരത്തിൽ ഹോട്ടൽ കാമസൂത്ര എന്ന് എഴുതിയിരിക്കുന്നത്. അവർ വെളിയിൽ നോക്കി ഇന്ത്യൻ പേരാ, ഇന്ത്യനായിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും ഇവിടെ നിൽക്കുന്നത്. ഈ റിവറിൻ്റെ മറുകരയിൽ കാണുന്നത് സെയിൻറ്റ് നിക്കോളാസ് ബസലിക്ക ചർച്ചാണ്. അതിന് 18-ാം നൂറ്റാണ്ടിൽ പണിത ഒരു ചർച്ചാണിത്. ഇതേ ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരു ബിൽഡിങ്ങിനും. ഇതാണ് ഇത് ആക്ച്വലി ഇത് നമ്മുടെ ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. കണ്ട ഒരു പള്ളി പോലെ അല്ലെങ്കിൽ ഒരു പാലസ് പോലെ ഉണ്ട് കണ്ടിട്ട്. പക്ഷേ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഭയങ്കര മനോഹരമായൊരു ആർക്കിടെക്ചറാണിത്. ഇതിൻ്റെ നമ്മുടെ ഒരു ബിഗ് ബെന്നിൻ്റെ ആകൃതിയിലുള്ള, അത്രയൊന്നുമില്ല എന്നാലും ഒരു മനോഹരമായൊരു ക്ലോക്കുണ്ട്. ഇത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ വന്നിറങ്ങിയ സ്റ്റേഷനാണിത്. പക്ഷേ ഞങ്ങൾ വന്നിറങ്ങിയതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതും വലുതാണ്. പക്ഷേ ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല ക്വാണ്ടിറ്റി. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ റൂമിലോട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ സമയം 10 മണിയാവും, 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യും. ഇരുട്ടാവുന്നില്ല അങ്ങോട്ട്. ഇപ്പോൾ കാനഡയിൽ പോലും ഇപ്പോൾ ഒരു 8:30 ഒരു 8:45 ആകുമ്പോഴത്തേക്കിന് തന്നെ അത്യാവശ്യം ഇരുട്ടാവും. ഇവിടെ ഇപ്പോഴും 6 മണിക്കത്തെ ഒരു വെട്ടമാണ് ഇപ്പോഴും. അതുകൊണ്ടല്ലേ ഇപ്പോഴും സൂര്യനോട് അസ്തമിക്കുന്നതേ ഉള്ളൂ. 10 മണിയായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മുടെ റൂമിലോട്ട് വിടുവാണ്. അപ്പോൾ നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത്
സാൻ സെഷാൻസ് എന്ന് പറഞ്ഞൊരു വില്ലേജ് റോഡ് പോകണം. അവിടെ വിൻഡ് മില്ല്, ചോക്ലേറ്റ് ഫാക്ടറി, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. കൺട്രി സൈഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെ പോകുന്നുള്ള ഇതുവരെ പ്ലാനിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ആംസ്റ്റർഡാമിലെ പരിപാടികൾ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ലണ്ടൻ വിട്ട് ആംസ്റ്റർഡാമിലെത്തി, ഒന്ന് ചുറ്റിക്കറങ്ങി. ഈ ദിവസം നമ്മളൊന്ന് നല്ലപോലെ സ്പെൻഡ് ചെയ്തു. ഫുള്ള് കറക്കമായിരുന്നു. ഫുള്ള് ആംസ്റ്റർഡാമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കുറേ അത്യാവശ്യം എല്ലാം കണ്ട്. നല്ലൊരു ക്രൂസായിരുന്നു ഞങ്ങളുടെ ചീസ് ആൻഡ് വൈൻ ക്രൂസ്. നല്ലൊരു ക്രൂസായിരുന്നു. അങ്ങനെ എന്തായാലും ഒന്ന് നല്ലപോലെ ഒന്ന് സ്പെൻഡ് ചെയ്തു. നൈറ്റ് വ്യൂ കാണാൻ പറ്റും. വെയിറ്റ് ചെയ്ത് എനിക്കാണ് ഇവിടെ ഇത്രയും കനാലും നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോൾ 10 മണിയാണ്, അത് മാത്രം നടക്കുന്നില്ല. അപ്പോൾ ശരി, എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്ക് എന്തായാലും അടുത്ത ആംസ്റ്റർഡാം വീഡിയോ കാണാം. ബൈ.